ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 5 അധ്യായങ്ങളുള്ള ഒരു ലേഖനമാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ തൻ്റെ 1-ാമത്തെ ലേഖനം. 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരു പരിഭാഷയിൽ ആ വചനം ഇപ്രകാരമാണ് നാം കാണുന്നത്: നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനുള്ള സ്ഥാനം അപഹരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അകന്ന് നിൽക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനുള്ള സ്ഥാനം അപഹരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അകന്നിരിക്കുക. ഒഴിവാക്കേണ്ട കാര്യങ്ങളും നാം ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വചനം. എന്തിനോടൊക്കെ നാം ചേർന്ന് നിൽക്കണം, എന്തിനെയൊക്കെ നാം ഒഴിവാക്കണം അല്ലെങ്കിൽ അകന്ന് നിൽക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിൽ നിന്നും നാം അകന്ന് നിൽക്കണം. ദൈവത്തെ മറക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും അവ എത്ര നല്ലതാണെന്ന് തോന്നിയാലും അവയിൽ നിന്നെല്ലാം നാം അകന്നിരിക്കണം. അഹങ്കാരം, അസൂയ, ഭോഷ്ക്, അശുദ്ധ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ മലിനമാക്കുന്ന പാപങ്ങളാണ്. ഇവയിൽ നിന്ന് നാം അകന്നിരിക്കണം. അമിതമായ ലോകാസക്തതയിൽ നിന്ന് നാം അകന്നിരിക്കണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവീഷ്ടം ചെയ്യുന്നവൻ മാത്രം എന്നേക്കും നിലനിൽക്കും. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചില കൂട്ടുകാർ, ചില ശീലങ്ങൾ, ചില ജോലികൾ, ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അവയിൽ നിന്ന് നാം അകന്നു നിൽക്കണം. അതുകൊണ്ട് നാം അകന്നു നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നാം അകന്നു നിൽക്കണം. മനുഷ്യഹൃദയം ഒരു സിംഹാസനം പോലെയാണ്. അതിലിരിക്കേണ്ടത് ദൈവം മാത്രമാണ്. എന്നാൽ പൈശാചിക ശക്തികളും ലോകമോഹങ്ങളും മനുഷ്യനെ സ്വാധീനിച്ചിട്ട് ദൈവത്തെ ഇരുത്തേണ്ട ഹൃദയമാകുന്ന സിംഹാസനത്തിൽ പാപ ചിന്തകളും ലോകമോഹങ്ങളും എല്ലാം കയറിയിരിക്കുന്നതായിട്ട് കാണുന്നത് എത്ര ദുഃഖമാണ്. ധനം, സ്വാർത്ഥത, അരുതാത്ത ബന്ധങ്ങൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനത്തെ അപഹരിക്കുന്നു. ആത്മാവിനെ അടിമപ്പെടുത്തുന്ന ശക്തികളായിട്ടത് മാറുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് നിൽപ്പീൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ അവൻ തന്നെ നിർമ്മിച്ചെടുത്ത ദൈവത്തിൻ്റെ സ്ഥാനത്തെ അപഹരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ജാഗരൂകരാകണം. ഹൃദയത്തെ നാം സൂക്ഷിക്കണം. ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ മറ്റൊന്നിനും ഇടം കൊടുക്കാതിരിക്കണം. അതിൽ അന്യദേവന്മാർക്ക് സ്ഥാനമില്ലാതിരിക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ നാം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കരുത്. അതിന് വിവേകം ആവശ്യമാണ്. അകന്നു നിൽക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ്? നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന, സത്യത്തെ നിശ്ചലമാക്കുന്ന ലോകത്തിൻ്റെ എല്ലാ സ്വാധീനത്തിൽ നിന്നും നാം അകന്നു നിൽക്കണം. നാം ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദൈവമായിരിക്കണം. നാം ചേർന്ന് നിൽക്കേണ്ട ദൈവത്തോടാണ്. ഇത് പലർക്കും സാധ്യമല്ലാത്തത് കൊണ്ട് അവരുടെ ആത്മീയ ജീവിതം മടുപ്പുള്ളതായിട്ട് മാറുന്നു. ആത്മീയ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നു. യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആത്മാവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനുള്ള സ്ഥാനം അപഹരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അകന്നിരിക്കുവാൻ
പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുവാനെങ്കിലും കഴിയണം. നമ്മുടെ ഹൃദയത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ഹൃദയത്തിൽ ദൈവത്തിനാണോ സ്ഥാനം, അതോ ലൗകിക ചിന്തകൾക്കും പാപസുഖങ്ങൾക്കുമാണോ? ദൈവത്തിന് നാം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനം അപഹരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. നമ്മുടെ സമയം, ആരോഗ്യം, കഴിവ്, പ്രാപ്തി, ഇതെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നാം മനസ്സിലാക്കണം. ആത്മീക ശുശ്രൂഷകൾ, ആത്മീക കാര്യങ്ങൾ, അത് ചെയ്യാതിരിപ്പാൻ, അതിനെ ജീവിതത്തിൻ്റെ ഏറ്റവും പിമ്പിലേക്ക് തള്ളിവിടുന്ന ഏതൊക്കെ സ്വഭാവങ്ങൾ നമ്മളിലുണ്ട് എന്ന് നാം കണ്ടെത്തണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിനോടും നമുക്ക് അകന്നിരിക്കാം. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഏതൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്ന് കണ്ടെത്താനും, ഏതൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് എന്ന് പരിശോധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിനോട് ചേർന്നിരിപ്പാൻ കർത്താവ് കൃപ തരണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി